ഞാനൊരു കാര്യം ചോദിട്ടെ, ഞാനൊരു ദുഷ്ടനും ദ്രോഹിയും ചതിയനുമാണെങ്കിൽ ഞാൻ ഇന്ന് ഈ കസേരയിൽ ഇരിക്കില്ല, വീട്ടിൽ ഇരുന്നേനെ. ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയതിനു ശേഷം 3 തിരഞ്ഞെടുപ്പ് ഞാൻ ജയിച്ചു. ഏതാ, മനുഷ്യനും അറിയാം, ദൈവത്തിനും അറിയാം എൻ്റെ സത്യസന്ധത. അത് ഞാൻ പുലർത്തിയിട്ടുണ്ട്, ഞാൻ ഇന്നും പുലർത്തുന്നു. ഞാൻ ഇന്നും ഒരു മന്ത്രിയായിട്ടിരുന്ന് എൻ്റെ മുഖ്യമന്ത്രിയുടെയൊക്കെ അനുഗ്രഹവും സഹപ്രവർത്തകരുടെ സഹായം കൊണ്ട് ഞാൻ KSRTC പടുകുഴിയിൽ കിടന്ന KSRTC ഞാൻ കൈപിടിച്ച് ഉയർത്തിയവനാണ്. എന്നെ അങ്ങ് ചീപ്പായിട്ട് കാണണ്ട. 5 ലക്ഷം ജയിച്ചാളാണ് ഞാൻ, അങ്ങനെ ആരും കാണണ്ട. വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഞാനും അദ്ദേഹവും ഞങ്ങൾ 2 പേരും 5 ലക്ഷം തുടർച്ചയായിട്ട് ഒരേ മണ്ഡലത്തിൽ ജയിച്ചു വരാം. ക്വാളിഫിക്കേഷന് കുറവൊന്നുമില്ല കേട്ടോ. അതൊന്നും വേണ്ട. ഉദ്ദേശം എല്ലാവർക്കും മനസ്സിലായല്ലോ. എന്തിനാണ് ചാണ്ടി ഉമ്മൻ്റെ പ്രസ്താവന. ചാണ്ടി ഉമ്മൻ്റെ പ്രസ്താവന നിർത്തുന്നത് ചാണ്ടി ഉമ്മന് നല്ലത്. ഉദാഹരണം, അത് ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ടവരെ ഇളക്കി വിട്ട് ഇലക്ഷനിൽ എനിക്കെതിരെ നീക്കം ഉണ്ടാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഗൂഢതന്ത്രം. അതൊന്നും പത്തനാപുരത്തിൻ്റെ മണ്ണി ചില ഭാവത്തിൽ വെച്ചിരുന്നാൽ മതി. വീണ്ടും ഇലക്ഷൻ എടുത്തു, ഇതേ വിഷയം, വേറെ ഒരു വിഷയമില്ല. ഈ നാടിന് ചെയ്ത നന്മകളോ ആ പത്തനാപുരം എന്ന നിയമവള്ളത്തിന് ചെയ്ത പുരോഗതിയെക്കുറിച്ചോ അവിടെ ഉണ്ടായ വളർച്ചയെക്കുറിച്ചോ അവിടുത്തെ സാധാരണക്കാർക്ക് ലഭിച്ച നന്മയെക്കുറിച്ചോ ഒന്നുമില്ല പറയാം. മഹാത്മാഗാന്ധിയെ വെടിവെച്ചു വന്നവർക്ക് സ്മാരകം പണിയുന്ന നാടാണ്. പിന്നെ ഇത് ഏതാ മഹാത്മാഗാന്ധി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങിച്ചെന്ന മഹാത്മാഗാന്ധിയെ പറ്റിയ അവഹേളനം പറയും. ഗാന്ധിജിയുടെ പേര് തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് മാറ്റിയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് ഒന്നും ചെയ്യാൻ കോൺഗ്രസ്സുകാർക്ക് പറ്റുന്നില്ലല്ലോ. കൈപിടിച്ച് തലയെ കൈവച്ച് വളർത്തിക്കൊണ്ടുവന്ന മക്കളെ പോലെ കൊണ്ടുവന്ന കരുണാകരനെ എന്താ ചെയ്തേ? എന്ത് അല്ല, അത് നാടിൻ്റെ ആവശ്യമല്ലേ. PM ശ്രീക്കാർ പോയി ഒപ്പിടുന്നു. ഒപ്പിടണ്ടാന്ന് LDF തീരുമാനിക്കുകയും വേണ്ടാന്ന് വയ്ക്കുകയും ചെയ്തില്ല. അത് പിന്മാറാൻ തീരുമാനിച്ചല്ലോ. പിന്നെന്ത് PM ശ്രീക്കാർ പോകുന്നില്ല. PM ശ്രീക്കൊന്നും പോകുന്നില്ല. PM ശ്രീ ഒന്നും ഇല്ലാതെ തന്നെ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടത്താൻ ഇടതുമുന്നണി കഴിഞ്ഞിട്ടുണ്ട്. ആയിരക്കണക്കിന് എൻ്റെ നിയമമണ്ഡലത്തിൽ 48 സ്കൂൾ കെട്ടിടങ്ങൾ പണിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പണവും MLA ഫണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം 9 വർഷത്തിനിടയിൽ എൻ്റെ മണ്ഡലത്തിൽ 48 സ്കൂൾ ബിൽഡിംഗ്, MLA ഫണ്ടും ഉണ്ട്, MLA ഫണ്ടിലും ചെയ്തതുകൊണ്ട് രണ്ടും കൂടി ചേർത്ത് കൂട്ടിയാൽ 48 ബഹുനില മന്ദിരങ്ങൾ എൻ്റെ നിയോജകമണ്ഡലത്തിൽ 100 കുഞ്ഞുങ്ങളിൽ കൂടുതൽ പഠിക്കുന്ന സ്കൂളുകളിൽ പണിതിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് പോയി പരിശോധിക്കാൻ കാണാം. ഗണേഷ് കുമാറിൻ്റെ MLA ഫണ്ടിൽ തുടങ്ങിയതാണ്. അതിനുശേഷം ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ടോട്ടൽ ഞാൻ തന്നെ എണ്ണിയപ്പോൾ അത്ഭുതപ്പെട്ടു. എൻ്റെ നിയോജകമണ്ഡലത്തിൽ മാത്രം 48 കെട്ടിടങ്ങളാണ് വിദ്യാഭ്യാസ രംഗത്ത് പണിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അഭിമാനകരമായ നേട്ടമാണ്. അതിന് PM ശ്രീയുടെ ഒന്നും ആവശ്യമില്ല. 5000-ലധികം ക്ലാസ് മുറികൾ കമ്പ്യൂട്ടർ ഡിജിറ്റലൈസ് ചെയ്ത കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് ഡിജിറ്റലൈസ് ചെയ്ത സർക്കാരാണ് ഇടതുമുന്നണി സർക്കാർ. അത് PM ശ്രീ കിട്ടിയോണ്ടാണോ? അല്ല. ഇനി PM ശ്രീക്ക് കാലാവധിയൊന്നുമില്ലെന്നേ. PM ശ്രീ ഒപ്പിട്ടാലും ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഈ പറയുന്ന വിവാദങ്ങളൊന്നുമില്ല. PM ശ്രീ കിട്ടിയാലും ഇനിയും 6-7 മാസം പോലും ഇല്ല. അത് തീർന്ന് അതിൻ്റെ കാലാവധി കഴിഞ്ഞു. ഒപ്പിട്ടാലും ഒന്നും സംഭവിക്കാനില്ല, ഒപ്പിട്ടില്ലെങ്കിലും ഒന്നും സംഭവിക്കാനില്ല. ഇവിടെ ഈ PM ശ്രീ പറയുന്നതിനേക്കാളും നല്ല പദ്ധതികൾ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത്രയധികം സ്കൂളുകൾ നവീകരിച്ചു. എല്ലാ സ്കൂളിലും MLA ഫണ്ട് ഉപയോഗിച്ച് ഫർണിച്ചറുകൾ വാങ്ങി. നിങ്ങൾ പത്തനാപുരത്ത് വന്ന് നോക്കൂ, ഏത് സ്കൂളിലാണ് ഫർണിച്ചർ ഇല്ലാത്തത്? സ്കൂൾ ബസ്സുകൾ വാങ്ങി. ഏത് കെട്ടിടങ്ങളാണ്? ഞാൻ 48 കെട്ടിടം പത്തനാപുരം നിയമമണ്ഡലത്തിൽ മാത്രം പണിഞ്ഞത് ശരി റെക്കോർഡല്ല. അത് ചാണ്ടിയമ്മനൊന്ന് മനസ്സിലാക്കുന്ന നല്ലതാ. എന്നാൽ പുതുപ്പള്ളിയിൽ ഇതൊന്നും ഇല്ലെന്ന് ഓർത്തോണം. പുതുപ്പള്ളിയിലൊന്ന് പോയി നോക്ക്, നമുക്കൊന്ന് എണ്ണാം. പത്തനാപുരത്ത് 10 കൊല്ലത്തിനിടയിൽ പിണറായി സർക്കാർ വന്നിട്ട് 9 വർഷമായി. ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വം സർക്കാർ 9 വർഷം കഴിയുന്നതിന് മുമ്പ് ഞാൻ ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട്. എൻ്റെ MLA ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചു തുടങ്ങിയ കെട്ടിടങ്ങൾ എല്ലാ ഹൈസ്കൂളിനും ആദ്യം +2 സ്കൂളിനെല്ലാം ഞാൻ കെട്ടിടം വെച്ചു. ബഹുനില മന്ദിരം, പട്ടാഴി, പുന്നല, വെട്ടിക്കവല, ഇതെല്ലാം ഞാൻ പണിതാണ്. ചക്കുവരയ്ക്കൽ, ഇതെല്ലാം ഞാൻ പണിതാണ്. അതിനുശേഷമാണ് പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതും വിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി 48 സ്കൂളുകൾ വന്ന് എണ്ണിക്കോ. പുതുപ്പള്ളിയിൽ 48 സ്കൂളുണ്ടെങ്കിൽ ഞാൻ എന്ത് പണിയാണോ ചെയ്യാം. 48 കെട്ടിടം ഉണ്ടെങ്കിൽ. നമ്മൾ നാടിന് ചെയ്ത നന്മയ്ക്ക് വിലയുണ്ട്, എല്ലാവരും മനസ്സിലാക്കുക. പത്തനാപുരത്തിന് ഞാൻ ചെയ്ത നന്മ 97 കോടി രൂപയുടെ താലൂക്ക് ആശുപത്രി പത്തനാപുരത്ത് വരെയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞു, ഏത് താലൂക്ക് ആശുപത്രി, എന്ത് താലൂക്ക്, എവിടെ താലൂക്ക് ആശുപത്രി? ഇതാ പണി പൂർത്തിയാവാറായി. 97 കോടി രൂപയാണ്, 98 കോടി രൂപയാണ് കിഫ്ബിയിൽ നിന്നും അനുവദിച്ചു തന്ന ഇടതുമുന്നണി സർക്കാർ. അഭിമാനത്തോടെ തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അല്ലാതെ ഒളിച്ചും തലയെ തുണിയിട്ടും പാത്തും പതുങ്ങിയും കള്ളം പറഞ്ഞൊന്നും ഞാൻ വോട്ട് പിടിച്ചിട്ടില്ല. 25 കൊല്ലത്തിനകത്ത് ഇനി വോട്ട് പിടിക്കുകയില്ല. ജാതി പറഞ്ഞ് ഞാൻ വോട്ട് ചോദിക്കില്ല.
എൻ്റെ നിർബന്ധമാണ്. ഞാനത് ചെയ്യില്ല. ജാതി പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥരോട് ഞാൻ പെരുമാറിയിട്ടില്ല. എൻ്റെ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ ജാതി ചോദിച്ചിട്ടില്ല. എന്നെ സന്ദർശിച്ച ഒരാളോടും ഞാൻ ജാതി ചോദിച്ചിട്ടില്ല. ഞാൻ സത്യം വെടിഞ്ഞ് നിന്നിട്ടില്ല. എനിക്കാരും കൈക്കൂലി ഓഫർ ചെയ്യാറില്ല. ഞാൻ അങ്ങനെയുള്ള ഒരു വഴിവിട്ട കാര്യങ്ങളും ചെയ്യുകയുമില്ല. അത് സീറ്റുകൾ വരുന്ന ഘട്ടം അനുസരിച്ച് നമ്മൾ കൂട്ടി കൊണ്ടിരിക്കും.